വെനിസ്വേലയ്ക്ക് ശേഷം ട്രംപ് പറയുന്നു ഞങ്ങൾക്ക് ഗ്രീൻലാൻഡ് വേണമെന്ന്. By the way, I will say this about Greenland. We need Greenland from a national security situation. It's so strategic. Right now, Greenland is covered with Russian and Chinese ships all over the place. We need Greenland from the standpoint of national security. And Denmark is not going to be able to do it, I can tell you. ഗ്രീൻലാൻഡ് വേണമെന്ന് ആവർത്തിച്ചുള്ള ട്രംപിന്റെ ഈ പരാമർശത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസും UK-യും ജർമ്മനിയും അടക്കം 7 യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നായി പ്രസ്താവന ഇറക്കി എന്നുള്ളതാണ്. മാക്രോൺ ആണ് അതിശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത്. അതായത് ആർട്ടിക് ദ്വീപുകളിലെ ധാതു സമ്പത്ത് അവിടുത്തെ ജനങ്ങൾക്കുള്ളതാണെന്ന് ഇമ്മാനുവൽ മാക്രോൺ തുറന്നടിച്ചു എന്നുള്ളതാണ്. ഇമ്മാനുവൽ മാക്രോണും ജർമ്മനിയും അങ്ങനെ 7ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിന്റെ ഈ പ്രസ്താവനക്കെതിരെ വളരെ ശക്തമായി തുറന്നടിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് എന്നുള്ളതാണ്. അതായത് ഈ വെനിസ്വേല പിടിച്ചടക്കിയതിന് വെനിസ്വേലൻ പ്രസിഡന്റിനെ വളരെ വിജയകരമായി അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോരുന്നതിൽ US സൈന്യം വിജയിച്ചതോടെ ട്രംപിന് ഇത്തരത്തിൽ പെട്ടെന്ന് ചെയ്യുന്ന സ്ട്രൈക്കുകളിൽ കുറിച്ച് താല്പര്യം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലോക അനലിസ്റ്റുകളൊക്കെയും പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ ഗ്രീൻലാൻഡിലേക്കുള്ള ആവശ്യം ട്രംപ് ഊന്നിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ ഒരു വിഷയത്തിൽ അമേരിക്കയുടെ എക്കാലത്തെയും സഖ്യരാജ്യങ്ങളായ പ്രത്യേകിച്ച് നാറ്റോ സഖ്യരാജ്യങ്ങളായ ഫ്രാൻസ്, ജർമ്മനി, ഡെൻമാർക്ക് പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും 2 തട്ടിലേക്ക് പോകുകയും ഗ്രീൻലാൻഡ് വിഷയം ഇത്തരത്തിൽ തുടർന്നു പോകുകയാണെങ്കിൽ നാറ്റോ സഖ്യത്തിൽ തന്നെ വിള്ളലുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിന്റെ അധികാര പരിധിയിൽ വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന സ്വയംഭരണ പ്രദേശം. അതുകൊണ്ട് ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് ഗ്രീൻലാൻഡ് ആവശ്യമാണെന്ന് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞതിനെതിരെ ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുവാനുള്ള ഏതെങ്കിലും ഒരു നടപടിയുമായി US ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നാറ്റോ സഖ്യത്തിന്റെ അന്ത്യമായിരിക്കും, നാശമായിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ സഖ്യമായി അറിയപ്പെടുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള തുർക്കിയും അമേരിക്കയും അതുപോലെ യൂറോപ്പ് ഒന്നടങ്കം ഒന്നിച്ചുള്ള ഒരു വലിയ സഖ്യം, ഈ സഖ്യത്തിന്റെ അന്ത്യമായിരിക്കും ഗ്രീൻലാൻഡിലേക്ക് അമേരിക്ക തൊട്ട് കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതിനെ അർത്ഥവത്താക്കുന്ന രീതിയിലാണ് യൂറോപ്യൻ നേതാക്കൾ ഒന്നടങ്കം ട്രംപിനെതിരെ ആഞ്ഞടിച്ചത് എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിവസം വളരെ ശക്തമായാണ് എയർഫോഴ്സ് 1-ൽ നിന്ന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് വി നീഡ് ഗ്രീൻലാൻഡ്, ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് ഞങ്ങൾക്ക് ഗ്രീൻലാൻഡ് വേണം. നമുക്കറിയാം ഈ ഗ്രീൻലാൻഡിലെ മിനറൽസ്, അവിടെയുള്ള ധാതുക്കളാണ് ട്രംപ് കണ്ണുവെക്കുന്നത്. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള സൈനിക ആധിപത്യവും അമേരിക്കക്ക് ആവശ്യമാണ്. തീർച്ചയായും കാനഡയുടെ ബോർഡറിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം സഞ്ചരിച്ചു കഴിഞ്ഞാൽ, കടലിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാപ്പിൽ നോക്കിയാൽ കാണാം ഈ ഗ്രീൻലാൻഡിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെ മറ്റൊരു ഭാഗത്ത് ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കയിലാണ് ഗ്രീൻലാൻഡ് വരുന്നതെങ്കിലും യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ അധീനതയിൽ പെടുന്ന അവരുടെ അധികാര പരിധിയിൽ വരുന്ന ഒരു രാജ്യമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും യൂറോപ്പിന്റെ താല്പര്യപ്രകാരമായിരിക്കണം ഗ്രീൻലാൻഡ് നടന്നു പോകുന്നത് എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ വാദിക്കുന്നു. പക്ഷെ ഇത് വടക്കേ അമേരിക്കയിലായതുകൊണ്ട് തന്നെ ഈ സ്ഥലം അമേരിക്കക്ക് ആവശ്യമാണെന്ന് ട്രംപും വാദിക്കുന്നു. ഈ ഒരു രീതിയിൽ യൂറോപ്പും അമേരിക്കയും 2 തട്ടിലായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അവിടെയുള്ള സെക്യൂരിറ്റി ഏറ്റെടുക്കൽ വളരെ അത്യാവശ്യമാണ് എന്നാണ്. അവിടെ ഇപ്പോൾ ചൈനയും റഷ്യയും അവരുടെ ഷിപ്പുകൾ കൊണ്ട് ആ മേഖല അവരുടെ അധീനതയിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഡെൻമാർക്കിനെ കളിയാക്കിക്കൊണ്ട് ട്രംപ് ഒരു വാക്ക് പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഗ്രീൻലാൻഡിൽ സെക്യൂരിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡെൻമാർക്ക് ചെയ്തത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ എന്ന് പത്രക്കാരോട് ചോദിച്ചിട്ട് പറയുന്നു, കഴിഞ്ഞ ആഴ്ച അവർ ഒരു നായയെ കൂടി അവിടെ കൂടുതൽ ആഡ് ചെയ്തു എന്നുള്ളതാണ് ഡെൻമാർക്കിനിൽ
ഡെൻമാർക്ക് ഗ്രീൻലാൻഡിൽ ചെയ്ത സെക്യൂരിറ്റി എന്ന് ഡെൻമാർക്കിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഡെൻമാർക്കിന് ഒന്നും അവിടെ ചെയ്യാൻ കഴിയില്ല. അമേരിക്കക്ക് അവിടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണം, അതുകൊണ്ട് ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണമെന്ന ആശയത്തിലാണ് ഈ ട്രംപ് ഉള്ളത്. നമുക്കറിയാം, വെനിസ്വലൻ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുവന്നതിനെതിരെ ഇക്കഴിഞ്ഞ ദിവസം ജനീവയിൽ UN മനുഷ്യാവകാശ സംഘടനാ നേതൃത്വം വളരെ കൃത്യമായി UN പറയുന്നത് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്ന പ്രസ്താവനയാണ് ഇറക്കിയത്. ലോകത്തെ വിവിധ രാജ്യങ്ങൾ, റഷ്യയും ഇറാനും അടക്കം ഈ അമേരിക്കയുടെ എതിർചേരിയിൽ നിൽക്കുന്ന, അമേരിക്കയെ ഭയപ്പെടാതെ മുന്നോട്ടു പോകുന്ന എല്ലാ രാജ്യങ്ങളും ഈ ഒരു മഡുറോയെ പിടിച്ചുകൊണ്ടുവന്ന, വെനിസ്വലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുവന്ന വിഷയത്തിൽ വളരെ ശക്തമായി എതിർത്തു എന്നുള്ളതാണ് UN അംഗത്വം നേടിയിട്ടുള്ള, UN ഭാഗമായിട്ടുള്ള ഈ ഒരു വെനിസ്വലൻ രാജ്യത്തിൻ്റെ സ്വയംഭരണ പ്രദേശത്ത് അധിനിവേശം നടത്തുകയും അവിടെ നിന്ന് അവിടുത്തെ ഭരണാധികാരിയെ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊട്ടാരത്തിന് മുകളിൽ വന്ന് പറന്നിറങ്ങുന്ന US പട്ടാളക്കാർ പൊക്കിക്കൊണ്ടുവന്ന് അമേരിക്കൻ ജയിലിലിടുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ്. പക്ഷേ ഈ കടന്നുകയറ്റം ഉണ്ടായതിന് ശേഷം ഇതൊരു പൂർണ്ണ വിജയമായതുകൊണ്ട് തന്നെ ട്രംപിന് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ആകൃഷ്ടനാവുകയും വിവിധ രാജ്യങ്ങൾക്കുമേൽ ഭീഷണിയുമായി അടുത്ത ദിവസം തന്നെ ട്രംപ് മുന്നോട്ട് വരികയുമായിരുന്നു എന്നുള്ളതാണ്. അന്തർദേശീയ അനലിസ്റ്റുകളൊക്കെയും പറയുന്നത് ഗ്രീൻലാൻഡിലേക്കും ക്യൂബയിലേക്കും പ്രത്യേകിച്ച് ഇറാനിലേക്കും ട്രംപ് കടന്നു കയറാൻ ഇത്തരത്തിൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഇറാനിലേക്ക് കടന്നു കയറിയാൽ ഈ വെനിസ്വലയിൽ വിജയിച്ചതുപോലെ വിജയിക്കുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. തീർച്ചയായും ഇറാന്റെ പദ്ധതി തന്നെ, ഇറാന് ഒരു തരത്തിലുള്ള ഒരു പ്ലാന് തന്നെ ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു നേതാക്കളെ പിടിച്ചുകൊണ്ടുപോയത് കൊണ്ട് ഇറാനിൽ ഭരണ അട്ടിമറി ട്രംപും നെതന്യാഹുവും ഉദ്ദേശിക്കുന്നത് പോലെ നടക്കുകയില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇറാന്റെ കൈവശത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ആയുധങ്ങൾ ഉണ്ട്, നെതന്യാഹു പറയുന്നത് പോലെ വാഷിംഗ്ടണിനെ പോലും ആക്രമിക്കാൻ ശേഷിയുള്ള ദീർഘദൂര ആണവ മിസൈലുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്കും ലോകത്തിനും അറിയാത്ത ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവർത്തനം ഇറാനെ കൊണ്ട് പരസ്യമായി കളിക്കുവാൻ ഒരു പക്ഷേ അമേരിക്ക ഭയപ്പെടാനും സാധ്യതയുണ്ട്. കാരണം എത്തരത്തിലായിരിക്കും തിരിച്ചടി, അല്ലെങ്കിൽ ഈ US ഇസ്രയേലിലേക്കും മറ്റുമൊക്കെ ഏത് രീതിയിലായിരിക്കും മിസൈൽ ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് ഭയപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രീൻലാൻഡിനേക്കുള്ള കളിക്കുവാനും US ഒരു ഭയമുണ്ടാവൽ അത്യാവശ്യമാണ്. കാരണം നാറ്റോ സഖ്യം തകരുന്നതിലേക്കാണ്. ഒരു നാറ്റോ രാജ്യത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഗ്രീൻലാൻഡിലേക്ക് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നാറ്റോ സഖ്യങ്ങൾ യൂറോപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒത്തൊരുമയുണ്ടാവുകയും നാറ്റോ സഖ്യം അത് പൊളിഞ്ഞു പോകുന്നതിലേക്കും നാറ്റോ സഖ്യത്തിൻ്റെ നാശത്തിലേക്കും ഈ ഒരു പ്രവർത്തനം നയിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ആവശ്യവുമായി ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതുമായും മുന്നോട്ട് പോകുമോ ട്രംപ് എന്നുള്ളത് നോക്കിക്കാണേണ്ടി തന്നെ വരും. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നമുക്കറിയാം, അമേരിക്കയുമായി എക്കാലത്തും ഒരേ നയത്തിൽ മുന്നേറുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളെങ്കിലും അമേരിക്കയിൽ ട്രംപ് വന്നത് മുതൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ പൂർണ്ണമായും പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രാൻസിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളതാണ്, യൂറോപ്പ് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. കാരണം അമേരിക്കയിൽ ട്രംപ് ഭരണത്തിലേറിയത് കൊണ്ട് തന്നെ അവർക്ക് ട്രംപിന് യൂറോപ്യൻ നയങ്ങളോട് ഒരു രീതിയിലും ഇഷ്ടമില്ല. അമേരിക്കക്ക് ഒറ്റക്ക് നിൽക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ്മാനാണ് ട്രംപ് എന്ന് പറയുന്നത്. യൂറോപ്യൻ്റെ താല്പര്യങ്ങൾക്കോ മറ്റോ പണം ചിലവഴിക്കാൻ അമേരിക്കയുടെ കയ്യിലില്ല എന്നുള്ള ഒരു നയത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തിയാണ് ട്രംപ് എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂറോപ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ട്രംപിന് അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ നാറ്റോ സഖ്യത്തെ പറ്റിയോ മറ്റോ അമേരിക്കയുടെ എക്കാലത്തെ നയങ്ങളെപ്പറ്റിയോ കൂടുതൽ ചിന്തിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു ഭരണാധികാരിയല്ല ട്രംപ് എന്നുള്ളത് കൊണ്ടും എന്തൊക്കെയാണ് ട്രംപ് കാഴ്ചവെക്കുക, എന്തൊക്കെയാണ് ട്രംപ് പ്രവർത്തിക്കുക എന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. ഏതായാലും ലോകത്തെ തന്നെ ഏറ്റവും വലിയ ദ്വീപുകളിൽ ഒന്നാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ ഡെൻമാർക്കിന്റെ ഭാഗമായ സ്വയംഭരണ പ്രദേശമാണ് ഈ ഗ്രീൻലാൻഡ്. അവിടെ ഗ്രീൻലാൻഡിക് എന്ന് പറയുന്ന ഒരു ഭാഷയാണ് അവിടെ സംസാരിക്കുന്നത്. 56,836 ജനസംഖ്യയാണ് അവിടെ ഉള്ളതെന്ന്
വിക്കിപീഡിയയിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏതായാലും 50,000-നും 60,000-നും ഇടയിലുള്ള ജനസംഖ്യയാണ്, 1,00,000-ൽ താഴെയുള്ള ജനസംഖ്യയാണ് സുന്ദരമായ ഈ ഗ്രീൻലാൻഡിൽ. നമുക്ക് വീഡിയോകളിലും ഫോട്ടോകളിലുമൊക്കെ ഗ്രീൻലാൻഡിനെ കാണുന്ന സമയത്ത് വളരെ സൗന്ദര്യമുള്ള മഞ്ഞുമലകളാൽ മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമായി ഇവിടെ കാണാൻ പറ്റുന്നതാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ലോകത്തിലെ വളരെ സുന്ദരമായ സ്ഥലങ്ങളിൽ ഒരിടവും കൂടിയാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ധാതുക്കളുണ്ട്. ഈ ധാതുക്കളിൽ അമേരിക്കക്ക് കണ്ണുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഗ്രീൻലാൻഡ് വേണമെന്ന് പറയുന്നത്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.